ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കൊരു പീസ് ഉണ്ടാവും. ബൈബിളിന്റെ ക്ലാസ്സിന് പോയ പോലെ പ്രഭാഷണം നടത്തുന്ന ആളാണല്ലോ അല്ലേ? സിനിമയുടെ ഒരു പേര് പോലത്തെ ഇനിയും എനിക്ക് വേണം, ഇനിയും എനിക്കത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന എന്താണ് ലിഷോ ചേട്ടൻ? എന്റെ മനസ്സിലുള്ള ആഗ്രഹം നമ്മൾ മരിക്കുന്നവരെ കാലം മായ്ച്ചു കളയുമെന്ന് നമ്മൾ കരുതിയാൽ മാഞ്ഞു പോകാത്ത ചിലത് ശേഖരാണ്. പെരുമേനെ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ഈ തേവരെ ഉണർത്താൻ ഞാൻ ഉണ്ടാവില്ല. പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞൊരു അഡ്വൈസ് എന്താ ഒന്ന് പരസ്യമാക്കി. ആക്ഷൻ എന്ന് പറഞ്ഞ സമയത്ത് ഇനിയിപ്പോ എവിടേക്കാ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മളാ സീരിയസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞ തമാശകളെ അപ്പൊ നമ്മളെ കംഫർട്ടബിൾ ആക്കാനാണ് നോക്കുന്നത്. അവര് സെറ്റിൽ ആരും മിണ്ടാറില്ല. എപ്പോഴും ഒരു ഐസൊലേറ്റഡാ. എവിടെയെങ്കിലും മാറി ഇങ്ങനെ ഇരിക്കും. സീൻ കഴിഞ്ഞാൽ അവരുടെ ഷോട്ട് കഴിഞ്ഞാൽ മാറിയിരിക്കും. ആരും മിണ്ടാറില്ല. ഒരു ഗ്ലൂമിയാണ്. പക്ഷെ അവർക്ക് എന്തോ കാര്യങ്ങൾ അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ടാകും, പഴയ കാര്യങ്ങൾ. അതിശേഷമാണല്ലോ പെട്ടെന്ന് ആത്മഹത്യ താല്പര്യം ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ എന്റെ നാടകം റിഹേഴ്സൽ നടക്കുമ്പോഴോ ഏതെങ്കിലും ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ഒന്നും കൂടി വന്നിട്ടില്ല ഇതുവരെ. ആദ്യം കുറച്ച് നിർബന്ധിക്കാൻ പുഷ് ചെയ്യേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ലേ, സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും. ഞാൻ ഇവിടെ വന്നപ്പോൾ പോലെ സ്നേഹം കൊടുത്തോണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് തിരിച്ചു ഒരിക്കലും പ്രായമില്ല. പ്രായ വ്യത്യാസം. അടുത്ത മണിക്കൂർ അടുത്ത മിനിറ്റിൽ എന്ത് സംഭവം നമുക്ക് അറിയത്തില്ല. അജ്ഞാതമാണ്. മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് അജ്ഞാതമാണ്. ഫോണിൽ ലക്ഷ്യത്തിലേക്കുള്ള ബോർഡ് വെച്ച് വണ്ടി വന്നാൽ ഞാൻ കൈ കാണിക്കരുത്. അല്ലാണ്ട് അടുത്ത ബസ് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വെയിലിൽ നോക്കി. ദൃശ്യം 3 അപ്പൊ നമ്മള് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. മാളികപ്പുറത്തിന്റെ അതേ ലുക്ക് ഉണ്ട്. എല്ലാരും പറഞ്ഞിട്ടുണ്ടോ? സിനിമയ്ക്ക് വേണ്ടിട്ട് മുടി വളർത്തേണ്ടതായിരുന്നു. ഒരിക്കലും അദ്ദേഹമായിട്ടൊന്നും കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇനിയും എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോഷനിൽ നമ്മള് മമ്മൂട്ടിയെ പറ്റി അഭിപ്രായം പറയാൻ വന്നല്ല. ഇന്നത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. കഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അവരുടെ ഇഷ്ടമുള്ളത് കഴിക്കട്ടെ. നമ്മളെന്തിനാ അവരെ ഒബ്ജക്റ്റ് ചെയ്ത്? നമ്മളെല്ലാവരും ഒരേപോലെ ജീവിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാ മതത്തിൽപ്പെട്ടവരായിരുന്നു എല്ലാ മനുഷ്യന്മാരും. ആളുകൾ ജീവിക്കുക എന്റെ ഇഷ്ടത്തിനനുസരിച്ച് താങ്കൾ ജീവിക്കണം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവരുടെ ഇഷ്ടങ്ങൾക്കും ഫ്രീഡത്തിനനുസരിച്ച് ജീവിക്കട്ടെ. അയാൾ എങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നത് അയാളുടെ മാത്രം. എന്ത് കഴിക്കണം, എവിടെ നിന്ന് മേടിക്കണം, ഇതൊക്കെ അയാളുടെ മാത്രത്തിൽ അറിയാം. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാറ്റെക്. എന്നോടൊപ്പം ഇനിയും എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എന്നോടൊപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഞാൻ പരിചയപ്പെടുത്താം. ലിഷോ ചേട്ടൻ, സ്ഫടികൻ ജോർജ് ചേട്ടൻ, ഭദ്ര, സുമേഷ് മേലെപ്പാട്ട്, സനീഷ് മേലെപ്പാട്ട് നായകൻ. എന്നോട് ക്ഷമിക്കണം, ആദ്യം തന്നെ ഒരു ചെറിയ കയ്യബദ്ധം. സോറി കേട്ടോ. അപ്പോ ആരിൽ നിന്ന് തുടങ്ങണം? ഇനിയും നമുക്ക് ഒരുപാട് സംസാരിക്കണം. എന്താണ് ഇനിയും? ഒന്ന് പുതിയ ആൾക്കാരിൽ തുടങ്ങാം. പുതിയ ആൾക്കാർ എന്റെ വലത്തുവശത്തും ഏറ്റവും എക്സ്ട്രീം ലെഫ്റ്റിലും 2 പേരുണ്ട്. പുതിയ ആൾക്കാരാണ്, ഇപ്പോൾ ജനിച്ചവരാണ്. ഇനിയും എന്ന സിനിമയിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയും വളരെ ദൂരം അവർക്ക് സഞ്ചരിക്കാണ്. അപ്പൊ അവരുടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആദ്യം അവരോട് നിന്ന് തുടങ്ങാന്നാണ് പറയുന്നത്. അപ്പൊ നായകൻ തന്നെ തുടങ്ങാം. ഇനിയും എന്ന സിനിമയെ പറ്റി പറയുകയാണെങ്കിലേ, ഇനിയും എന്ന സിനിമ അറിഞ്ഞൂടെ? ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒട്ടനവധി ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ, ഒരുപാട് ആർട്ടിസ്റ്റ്, സീനിയർ ആർട്ടിസ്റ്റുകളായാലും ശരി, ഒരുപാട് ആളുകൾ മലയാള സിനിമയിൽ ഒരുപാട് ആളുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കഥകൾ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആളുകളുടെ കഥകൾ ഈ സിനിമയ്ക്ക് പറയാറുണ്ട്. ഒന്നും അവസാനിക്കുന്നില്ല. അവസാനിക്കുന്നുണ്ടോ വെച്ചാൽ അവസാനിപ്പിക്കാതിരിക്കാൻ പറ്റില്ല ഒരു സിനിമയാകുമ്പോൾ. പക്ഷെ ഞാൻ വെച്ചാൽ അവസാനിപ്പിക്കാം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരുടെ ഒരു സിനിമയാണ്. അപ്പൊ സാധാരണക്കാരുടെ കഥ പറയുന്ന, പെട്ടെന്ന് ഒരു സാധാരണക്കാരനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊഡ്യൂസറിനെയാണ് കഥ, തിരക്കഥ, സംഭാഷണം. അദ്ദേഹം ഒരു കർഷക ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ പല സമയങ്ങളിലായി നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പല കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഒരു ഫൈൻ ട്യൂൺ ചെയ്ത് സ്ക്രിപ്റ്റ് ആക്കി. ആ സ്ക്രിപ്റ്റിനെ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായുള്ള കുറെ കഥാപാത്രങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. ജോർജ് സാറ്, അതുപോലെ ലിഷോ സാറ്, അതുപോലെ പല ആളുകളും. അപ്പൊ അവരൊക്കെ പ്രതിപാദിക്കുന്ന ഒരു വലിയ ഒരു ചെറിയ ഒരു സിനിമ. ഇവരൊക്കെ സാറിന് വിളിച്ചു, ഞാൻ ചേട്ടന്ന് വിളിച്ചാല് എന്തേലും ഇതുണ്ടോ? ചേട്ടൻ അല്ല,
സാറെന്ന് വിളിക്കണോ? അയ്യോ അങ്ങനെ ഫോർമൽ എന്തിനാ വിളിച്ചു എടാന്ന് മാത്രം വിളിക്കരുത്. റെസ്പെക്ട് ചെയ്യണം. വിഷയൊക്കെ പ്രായം കുറവാണ് ഇടാന്നൊക്കെ വിളിക്കാം. നിമിഷേ എന്നെ കാണാൻ അതല്ല പൂക്കി പ്രേതായിട്ടൊക്കെ ഇപ്പൊ അഭിനയിച്ചല്ലേ, അപ്പൊ നമ്മള് എടാ പോടാ അങ്ങനെയൊക്കെയുള്ള ബന്ധം നല്ലതാണല്ലോ അല്ലേ? അവന് ഭദ്ര പറഞ്ഞിട്ട് ഓക്കെ, ഇനിയും എന്ന സിനിമയിലെ ബാനു എന്ന കഥാപാത്രത്തെയാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ആദ്യം തന്നെ ഈ ഒരു സിനിമയിലെ പ്രൊഡ്യൂസർ സുധീർ സാറിനും ഡയറക്ടർ ജീവ സാറിനും നന്ദി പറയുന്നു. കാരണം അവരാണ് ഈ ഒരു സിനിമയിലേക്ക് എന്നെ സെലക്ട് ചെയ്തത്. എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു സിനിമയിലേക്ക് ഞാൻ വരുന്നത്. സ്റ്റാർട്ടിംഗ് ഒക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. എന്താ പറയാ, രണ്ട് മഹാന്മാരായിട്ടുള്ള രണ്ടുപേരുടെ കൂടി ഇരിക്കുമ്പോൾ എന്താ തോന്നുന്നു, അവരുടെ കൂടെയാണ് ആദ്യത്തെ സിനിമ തന്നെ. അതെ അതെ, ഒരുപാട് വലിയ സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് തന്നെയാണ് കണക്കാക്കുന്നത്. ഞങ്ങൾ മാത്രല്ല, അതെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര്, ഇവര് 2-3 പേരുള്ളോ പുതിയ ആൾക്കാര്, അതെ ബാക്കിയൊക്കെ പഴയതാണ്. ബാക്കി എല്ലാരും ഇനി വരാനുണ്ട്. ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുള്ള ഒരു മൂവിയില് ആദ്യമായിട്ട് നായിക വരുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ്. ഇത് നോക്കിയാൽ അറിയാൻ തന്നെ, പോസ്റ്റർ നോക്കിയാൽ തന്നെ അതെ അറിയാം. അതെ, പോസ്റ്ററിൽ കുറെ പേര് പടം ഇല്ല. സുഗത, ഇനിയും ഇതിൽ പോസ്റ്ററിൽ ഒരുപാട് ആളാണ്. മോഹൻ സിത്താര, അവരൊക്കെ പടങ്ങളില്ല. എന്നുവെച്ചാ ഇനി പോസ്റ്റർ തികയാതെ വരും അല്ലേ? വിജി തമ്പി. ഒരുപാട് കഥാപാത്രങ്ങൾ കണ്ട് ചിരിച്ചിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പം ജോർജേട്ടന്റെ കഥാപാത്രം ഇതിൽ എന്താണ്? ഒരു മുത്തച്ഛൻ, എന്താ കഥാപാത്രം? എൻ്റെ കഥാപാത്രം വിൽസൺ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അതായത് എൻ്റെ മകൻ ഹീറോ ആയിട്ട് ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ. 2 കുടുംബങ്ങളുടെ വൈരാഗ്യം. ഇദ്ദേഹം ഞങ്ങളുടെ കമ്പനിയിൽ ജോലിക്കാരനായിരുന്നു. അച്ഛൻ ഞങ്ങൾക്കെതിരായി ചില പ്രവണതകൾ കണ്ടു. അപ്പം ഞങ്ങൾ ഇദ്ദേഹത്തിനെതിരായി. ഇദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ നാട് വിട്ടു പോകുന്നു. ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഇതിലൊരു പൂജാരിയായിട്ട് വേറെ സ്ഥലത്ത് പോയി. അവിടെ ഞങ്ങൾ കണ്ടെത്തുന്നു. അതിൽ വെച്ച് ഞങ്ങൾ ഈ എൻ്റെ മോനും റിയാസ് ഖാനായിട്ട് ആണ് അഭിനയിക്കുന്നത്. റിയാസ് ഖാനാണ് എൻ്റെ മോനായിട്ട് അഭിനയിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ഇങ്ങനെ വളരെ സെൻറ്റിമെൻ്റലായിട്ടും ഒരു എന്താണ് സസ്പെൻഷനൊക്കെ ഉള്ള, പ്രേമമൊക്കെ ഉള്ള ഒരുപാട് നല്ല എലിമെൻസ് ഉള്ള ഒരു സിനിമയാണ് ഇനിയും. ഇത് ആക്ച്വലി സുധീർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ എഴുതി വന്നപ്പോൾ ഒരു 1 ലൈൻ സ്ക്രിപ്റ്റ് പോലായി. ആ സ്ക്രിപ്റ്റ് ഒരു സിനിമയാക്കിയതാണ്. അപ്പോൾ ഒരുപാട് ടച്ചിങ്സാണ്. അതായത് ടച്ചിങ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന ആയിട്ടുള്ള കഥാപാത്രം. ഞാൻ വിൽസൺ എന്ന് പറഞ്ഞ കഥാപാത്രം. എൻ്റെ ഏറ്റവും ഉത്തമ സുഹൃത്ത് വർഗീസ് മാപ്പിള എന്ന് പറഞ്ഞതാണ്. ഓരോ വ്യക്തികൾക്കും ഇൻറ്റിമേറ്റ് ആയിട്ട് ചില ഫ്രണ്ട്സ് ഉണ്ടാകും. അപ്പോൾ വർഗീസ് മാപ്പിള എന്ന് പറഞ്ഞ ആള് എൻ്റെ അഡ്വൈസ് സ്വീകരിച്ച് പണക്കാരനായാണ്. അത് വഴി കിടക്കുന്ന സാധനങ്ങൾ ഇവർക്ക് ഉറപ്പിച്ച് വിത്താക്കി അത് വിറ്റ് കാശായി ഒരു ഫൈനാൻഷ്യറായി. അപ്പോൾ വർഗീസ് മാപ്പിളയുടെ ഉത്തമ സുഹൃത്ത് ഞാനും, എൻ്റെ സുഹൃത്ത് അദ്ദേഹം. അപ്പം ഞങ്ങൾക്ക് നല്ല ബന്ധമാണ്, സ്നേഹമാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അത് ലൈഫ് ലോങ് നിൽക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ടെമ്പററി ആയിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ അത് അതോടെ തീർന്നു. പക്ഷെ നമ്മുടെ ലൈഫിൽ മുഴുവൻ ഒരു നേരം സ്വാധീനം ചെലുത്തുന്ന ചില ഫ്രണ്ട്ഷിപ്പുകളുണ്ട്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് വർഗീസ് മാപ്പിള. അപ്പോൾ വർഗീസ് മാപ്പിളയുടെ അഡ്വൈസറാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ച് പുള്ളി ഫൈനാൻസിങ് കമ്പനി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധം. ആ ബന്ധത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ചില വൈരാഗ്യങ്ങൾ, കുടുംബങ്ങൾ തമ്മിലുള്ള വിദ്വേഷം മതി. അത് മുഴുവൻ പറയാം. കഥ ഇവിടെ വരെ. ബാക്കി ഇവരോട് ചോദിച്ചു. അതല്ല, അതിന്റെ കൂടെ ചോദിക്കട്ടെ. അപ്പൊ ഇങ്ങനെ അഡ്വൈസ് കൊടുക്കാറുണ്ടോ ലൈഫില്? എല്ലാവർക്കും കൊടുക്കാറുണ്ടോ? അത് നമുക്ക് വേണ്ടപ്പെട്ടവർക്കാണോ കൊടുക്കാറ്? എങ്ങനെയാണ് ലൈഫിൽ? ഞാൻ ആരെയും അഡ്വൈസ് ചെയ്യാറില്ല. ആരെങ്കിലും അഡ്വൈസ് ചോദിച്ചു വന്നാൽ പറഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങോട്ട് ചെയ്യുന്ന അഡ്വൈസ് ചെയ്തില്ല. അല്ല, എന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ ഉപദേശിക്കാറുണ്ട്. ഉപദേശിക്കുന്ന പലർക്കും ഇഷ്ടപ്പെടാറില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മള് ഈ ഉപദേശം സ്വീകരിക്കുന്നവർക്ക് കൊടുക്കാറുള്ളത്, ജഡ്ജ് ചെയ്യുന്നവർക്ക് കൊടുക്കാറില്ല. കാരണം നമ്മൾക്കറിയാം, നമ്മൾ കൊടുക്കുന്ന മുത്തുകളാണ്. അത് ചവിട്ടി തെറ്റി കളയുന്നവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മള് പ്രഷ്യസ് സ്റ്റോൺസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ അറിയാവുന്നവരെ നമുക്ക് കൊടുക്കുള്ളൂ. വാല്യൂ അറിയാതെ അത് കൊടുത്തിട്ട് കാര്യമില്ല. തട്ടിക്കളഞ്ഞു സ്വർക്കാരോട് തട്ടിക്കളഞ്ഞിട്ട് പോകും. നമ്മളെ വേണേ അബ്യൂസ് ചെയ്തിട്ട് പോകും അല്ലേ? അത് അഡ്വൈസ് കൊടുക്കും. നമുക്ക് അഡ്വൈസ് കൊടുക്കാനായിട്ട് നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, ഇല്ലാത്ത കൊടുക്കാൻ പറ്റും. നമുക്കുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്ത കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഉള്ളത് സ്വീകരിക്കുന്നവരാണ് കൊടുക്കാം, സ്വീകരിക്കാത്തവർ കൊടുക്കത്തില്ല.
ഓക്കെ നിങ്ങൾ അഡ്വൈസ് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും ചോദിക്കും. ലക്ഷ്മി ചേട്ടാ, നമ്മൾ ഒരുപാട് അച്ഛൻ കഥാപാത്രങ്ങളെ കണ്ടു. ഇതിലും ഒരു അച്ഛനാണോ? അതെ ആണോ? ഇത് അച്ഛൻ തന്നെ. ആരുടെ അച്ഛനാ? അച്ഛൻ വിട്ടിട്ടുള്ള കളിയില്ല. കളിയില്ല. നായകന്റെ അച്ഛനാ. നായകന്റെ അച്ഛനാണ്. എങ്ങനെയാണ്? നല്ല എപ്പോഴും പാവ അച്ഛനാണ്. ഇങ്ങനെ തന്നെയാണോ ലൈഫിലും? പക്ഷെ ദേഷ്യപ്പെടുന്നുണ്ട്. എല്ലാവിധ ഇതിലത്ര പാവല്ല. ഭാവങ്ങളും നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. ലക്ഷ്മി ചേട്ടൻ അന്ന് തൊട്ട് ഇന്ന് വരെ കാണുമ്പോ അതുപോലെ തന്നെ ഉണ്ട് മുഖത്തൊരു ആ ഒരു പ്രസന്നത. ഇതൊക്കെ എനിക്ക് അന്ന് നമ്മൾ നേരിട്ട് കണ്ടില്ല, പക്ഷെ സിനിമയെ കണ്ട ആ ഒരു ഇതില്ലേ, അത് മാറിയിട്ടില്ല. ആ ഒരു മാറ്റവും ഇല്ല അല്ലെ? അത്ര കുറച്ചൊരു മാറ്റല്ലേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ, എത്ര വയസ്സായി? എനിക്കാ 64 വയസ്സ്. ആ 64 വയസ്സിന്റെ ഒരു അപ്പൊ 3 വർഷം അവിടെ പോയി. അപ്പൊ 67 പക്ഷെ അങ്ങനെ തോന്നുന്നില്ലല്ലോ. ആ ഒരു സുബി ഫ്രാങ്ക് പുള്ളി കണ്ട ഒരു 40 വയസ്സിൽ കൂടെ പറയും. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് ആയില്ലേ? അല്ല, അത് ഗ്രേസ് ഉണ്ട് പുള്ളി വയസ്സ്. അത് എനിക്ക് പറയാൻ പറ്റുന്നത് ഗ്രേസിന്റെ കാര്യം. അതെ അതെ, ഗ്രേസ് ഉണ്ട്, അത് പുള്ളിയൊരു ഭാഗ്യമാണ്. അതെ ചിലർക്ക് പ്രായം കുറഞ്ഞ ഒരു ഗ്രേസ് ഉണ്ടാവില്ല. ശരിയാണ്. അല്ലേ? ഗ്രേസ് വേണം, ഗ്രേസ് വേണം. പക്ഷെ 74 വയസ്സിൽ നമ്മളെ ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര പോസിറ്റീവായി ഇങ്ങനെ നിർത്തുന്നുണ്ട്. എപ്പോഴും പോസിറ്റീവ് എനർജിയാ മുഖത്ത്. തീർച്ചയായിട്ടും അത് നമ്മുടെ കൂടെ എപ്പോഴും വേറൊരാളുണ്ടല്ലോ. അതെ, നമ്മൾ ഒറ്റയ്ക്കല്ല. ഒന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ കളങ്കയില്ല, നമുക്ക് ആരോടും വിദ്വേഷമില്ല, നമുക്ക് മനസ്സിൽ സ്നേഹം മാത്രമേ. കാരണം ദൈവം മനുഷ്യന് നൽകുന്ന ഏറ്റവും ഉദാത്തമായ ഒരു വികാര സ്നേഹമാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കാനാണ്, പങ്കുവെക്കാണ്, അല്ലേ? അപ്പൊ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ നമ്മളും ഗ്രേസ് ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്നതല്ലേ നമുക്ക് ലഭിക്കുള്ളൂ. നമുക്ക് തിരിച്ച് സ്നേഹം കിട്ടും. സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും, വിദ്വേഷം കൊടുത്താൽ വിദ്വേഷം കിട്ടും, അല്ലേ? പിണക്കോ കലകോ ഒക്കെ അസുഖമൊക്കെ ആണെങ്കിൽ അതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ നമ്മളെപ്പോഴും പ്രസന്റ് ആകണേ, നമ്മളെപ്പോഴും സ്നേഹിക്കുന്നവരായിരിക്കണം. കാരണം ഏറ്റവും വലിയ സ്നേഹം ദൈവമാണ്. അപ്പൊ ആ സ്നേഹം നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൽ നിന്നാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു ദാനമാണ് ഈ സ്നേഹം. ഈ സ്നേഹം നമ്മൾ പങ്കുവെക്കുമ്പോൾ നമ്മളിൽ ഗ്രേസ് ഉണ്ടാവും. അതിൽ ഇദ്ദേഹത്തിൽ വലിയ ഗ്രേസ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കളങ്കമില്ല, വിദ്വേഷമില്ല, കടക്കമില്ല, അസൂയില്ല, മാത്സര്യമില്ല, ഭിന്നതയില്ല, വിവാഹിതയില്ല. ഇതൊക്കെ ഉള്ള നല്ല മനുഷ്യനാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ജോർജേട്ടനെ കുറിച്ച്. അത് ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ചെയ്തേക്കാം. അതായത് ഏതിപ്പോ കലാകാരന്മാരും കലാകാരികൾക്കും കലാകാരന്മാരല്ലാത്തവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. കാരണം നമ്മളെപ്പോഴും സ്നേഹം പങ്കുവെക്കുന്നവരാണ്, സ്നേഹം കൊടുക്കുന്നത് പ്രകടിപ്പിക്കണം അല്ലേ എന്ന് സ്നേഹം. കാരണം യേശുക്രിസ്തു പറഞ്ഞ ഒരു സത്യം, ഈ ലോകത്തിൽ വന്നു പറഞ്ഞ ഏറ്റവും വലിയ സത്യം പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. മനുഷ്യൻ തമ്മിൽ കലഹിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല, ഉണ്ടോ? അടികൂടാൻ പറഞ്ഞിട്ടുണ്ടോ? കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദൈവം പറഞ്ഞ് സ്നേഹിക്കാനാണ്. ആ സ്നേഹമാണ് ദൈവത്തിന്റെ ദാനം. ആ സ്നേഹം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഗ്രേസ് ഉണ്ടാവും. ആ ഗ്രേസ് ദൈവത്തിന്റെ ഒരു ചൈതന്യമാണ്. ചൈതന്യം നമ്മളിലേക്ക് ഇറങ്ങി വരും. കാരണം നമ്മൾ ദൈവത്തിന്റെ കാര്യം ചെയ്യുകയാണ്. ദൈവം പറഞ്ഞ കാര്യം നമ്മൾ അനുസരിക്കുന്നു. ദൈവം പറഞ്ഞു നീ സ്നേഹിക്കാൻ പറഞ്ഞു. നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവം പറഞ്ഞൊരു കാര്യം ഒരു കറക്റ്റ് അനുസരിക്കാം. അപ്പൊ ദൈവം നമ്മൾ ഇറങ്ങി വരും. അപ്പൊ ദൈവം നമ്മൾ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഗ്രീസ് ഉണ്ടാവും. ബൈബിളിന്റെ ക്ലാസ്സിന് പ്രഭാഷണം നടത്തുന്ന ആളാണല്ലോ അല്ലേ? ഭാഷ കൊടുക്കൂലേ? ഒരു പ്രാസംഗികനാണ്. ഞാൻ ബൈബിൾ ഭാഷകനാണ്. അതെ, ബൈബിൾ പ്രഭാഷകനെ ഞാൻ പറഞ്ഞില്ലേ. അതെനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. നമുക്ക് അതിലേക്ക് വരണം. എന്നുവെച്ചില്ലേ, ജീവിതത്തിന്റെ എന്താ പറയുക, ഇരുണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ജീവിതത്തില്. അസുഖം വന്ന്, പക്ഷെ അപ്പോ വൈദ്യശാസ്ത്രം പോലും കൈവിട്ട ഒരു സമയത്ത് ഈശ്വരനാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കൈപിടിച്ചത്. അങ്ങനെയാണ് ഒരു ദൈവവിശ്വാസിയായതല്ലേ? ഇന്നും അത് അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ തന്നെ പോകുന്നു. നമുക്ക് ഒരിക്കലും കിട്ടിയത് കളയാൻ നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ദൈവമായിട്ടൊരു ബന്ധം, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒറ്റയ്ക്കില്ല, നമ്മുടെ കൂടെ ഒരാളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ വ്യക്തിയിൽ ആശ്രയം ചെയ്താൽ വിജയം ഉണ്ടാവും. നമ്മൾ എത്ര സമർത്ഥനാണെങ്കിലും ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതാണ് ദൈവം പറഞ്ഞത്. അപ്പൊ നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അപ്പൊ ദൈവം ബാക്കി ചെയ്തു. ദൈവം ബാധി അല്ലേ? അപ്പൊ ഇനിയും ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? എല്ലാവരോടും ഞാൻ ചോദിക്കുക. ഈ സിനിമയുടെ ഒരു പേര് പോലത്തെ ഇനിയും എനിക്ക് വേണം, ഇനിയും എനിക്കത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന എന്നാണ് ലക്ഷ്യ ചേട്ടൻ? എന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ മരിക്കുന്നവരെ ഈ ഹാപ്പി സന്തോഷത്തോടെ ഇരിക്കുക, പിന്നെ ആരോഗ്യത്തോടെ ഇരിക്കുക, കണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്.
ആഗ്രഹം നമ്മുടെ മനസ്സിലുള്ള അത് സാധിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹമാണ് അല്ലേ? അത് ആരോഗ്യമുണ്ടെല്ലാം നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ ആ ജോലി ചെയ്യണം, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, സിനിമയിൽ അഭിനയിക്കണം. അതൊക്കെ എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. നമ്മുടെ മനസ്സിന് സന്തോഷമാണ്. കാരണം മനസ്സും ശരീരവും അഭേദ്യമായ ബന്ധമുണ്ട്. സൈക്കോസൊമാറ്റിക് എന്ന് പറയും. മനസ്സ് ഹാപ്പിയാണെങ്കിൽ നമ്മുടെ ശരീരം ഊർജ്ജസ്വലമായിരിക്കും. മനസ്സ് നിരാശയാണെങ്കിലും ശരീരം പോയി അത് ശരിയാണ്, ഡള്ളായി പോകും. അതുകൊണ്ട് നമ്മളിപ്പോഴും മനസ്സിനെ ഹാപ്പി ആയിട്ട് നിർത്തണം. ഒരു ഉദാഹരണം പറയാം. ഈ താമരയുടെ താമര കാണുന്നു. താമര കുളത്തിലാണ് നിൽക്കുന്നത്, വെള്ളത്തിനകത്ത് നിൽക്കുന്നത്. പക്ഷെ അവിടെ എത്ര വെള്ളം പൊങ്ങിയാലും താമര ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. കാരണം അതിന് ഒരു ശക്തി ആവശ്യം വളരെ, അത് സൂര്യനാണ്. സൂര്യന്റെ കിരണങ്ങളായിട്ട് അത് വളരുന്നത്, അത് പ്രകാശിക്കുന്നത്. അപ്പം വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകാൻ പറ്റില്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല, ലോകത്തിൽ പൊങ്ങി നിൽക്കണം, പിടികിട്ടിയാണ്. അപ്പൊ ലോകത്തിൽ നമ്മൾ അടിമയായി പോകരുത്. പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച് നിൽക്കണം. അപ്പോൾ അത് ഈ ശക്തി ആവശ്യം. അത് ശരി. എനിക്ക് ഇതൊക്കെ കുറച്ചുകൂടി മനസ്സിലാവണം. സിമ്പിളായിട്ടാ പറയുന്നത്. അന്നുവെച്ചില്ലേ, അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ പാഠങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ ലൈഫിൽ എന്തെങ്കിലും? ഞങ്ങളമ്മ അധികം സംസാരിച്ചിട്ടില്ല. ഇന്നാ കണ്ടേ ആദ്യമായിട്ട്. ലിഷോയ് ചേട്ടനോ നിങ്ങൾ രണ്ടാളും കോമ്പിനേഷൻ ഉണ്ടോ? തീർച്ചയായും. അപ്പൊ ഒന്ന് നായകന് ആരൊക്കെയായിട്ട്, അച്ഛനായതുകൊണ്ട് ഉറപ്പായിട്ടും എനിക്ക് അതിനായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഷൂട്ടിംഗ് സമയത്ത് ഇങ്ങനെ പറയാൻ സമയം കിട്ടത്തില്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ ഇത് നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് ഒന്നും കൊടുക്കാനുള്ള സമയമില്ലല്ലോ. ഇല്ല. അതിപ്പോ ഇങ്ങനെ കിട്ടിയേണ്ട ഒരു അവസരം ഉപയോഗിച്ചെന്നുള്ളൂ കേട്ടോ. അങ്ങനെ അഡ്വൈസ് ചെയ്യാൻ പറ്റിയ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല. ഞാൻ പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞൊരു അഡ്വൈസ് എന്താ ഒന്ന് പരസ്യമായിട്ട്? അഭിനയത്തിന്റെ ലിഷോയേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യാന്ന് പറയുമ്പോഴേ വേറൊരു എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് രണ്ടുപേരും എന്ന് പറയുന്നത് നമുക്കറിയാം സിനിമയിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കഥാപാത്രങ്ങൾ. അപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. അപ്പൊ നേരിട്ട് എന്റെ ആദ്യ സിനിമയും കൂടി ഇവരെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യും, അവര് നമ്മളോട് തിരിച്ചെങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യം. പക്ഷെ രണ്ടുപേരും വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു നമ്മളോട്. ഇപ്പൊ ലിഷോയുടെ ആണെങ്കിൽ എന്തെങ്കിലും സീരിയസ് സീനാണെങ്കിൽ ബാക്കിൽ ബൈക്കിൽ ഞങ്ങൾ പോകുമ്പോൾ ഉള്ളൊരു സീനാണ്. ഫ്രണ്ടില് ക്യാമറ, തൊട്ടപ്പുറത്തൊരു പാടത്തിന്റെ കുഴിയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു മൂവ്മെന്റ് എടുക്കണ്ടു. ലിഷോയുടെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞ സമയത്ത് ഇനിയിപ്പോ എവിടേക്കാ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ആ സീരിയസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ലിഷോയുടെ പറഞ്ഞ തമാശകളെ അപ്പൊ നമ്മളെ കംഫർട്ടബിൾ ആക്കാനാണ് നോക്കുന്നത്. ഇപ്പൊ ജോർജ് സാർ ആണെങ്കിൽ പോലും സീരിയസ് ആയിട്ട് റൂമിന്റെ ഉള്ളൊരു സീനാണ്. റിയാസ് ഖാൻ സാർ, ജോർജ് സാർ എല്ലാവരും കൂടി നിൽക്കുന്ന സീനിലാണ് ഞാൻ ഫസ്റ്റ് വരെ കാണുന്ന. ആ സമയത്ത് അതിനു മുമ്പ് ഒരു കമ്മ്യൂണിക്കേഷൻ വരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിനുള്ളിൽ അസോസിയേറ്റ്സ്, ക്യാമറ, ഇവർ രണ്ടുപേരും, ഞാൻ റൂം തുറന്ന് ചെല്ലുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കുക. രണ്ട് സീനിയർ ആയിട്ട് ഭയങ്കര നമ്മുടെ മനസ്സിൽ സ്വപ്നങ്ങളിലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ഇവരെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ ഞാനിതില് എന്താണ് ചെയ്യുന്നുള്ള ഇത് ഞാൻ മറക്കുക. പക്ഷെ ആ സിറ്റുവേഷന്റെ ഉള്ളിൽ അവിടെ നിന്നുകൊണ്ട് നമ്മളെ പരമാവധി എങ്ങനെ, കാരണം അവര് നേരത്തെ പറഞ്ഞ പോലെ ആ സീൻ നന്നാണെങ്കിൽ എല്ലാവരും നന്നാവും. അപ്പൊ അതിന് വേണ്ട എല്ലാ എഫേർട്ടും ഇവരിട്ടുണ്ട്. അപ്പൊ ഒരു പ്രത്യേക അഡ്വൈസ് ഞാൻ തന്നു എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ രീതിയിലും 360 ആംഗിളിൽ നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും ഇവരൊക്കെ നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും നമ്മളിപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത്. നമ്മൾ ആ സ്ഫടികൊക്കെ കണ്ട് ദേഷ്യം തോന്നി, ഒരടി തരാൻ തോന്നിയ അതല്ല ആ സമയത്ത് അല്ലേ? അത് ആ ക്യാരക്ടറിന്റെ വിജയമാണല്ലോ. 30 വർഷം കഴിഞ്ഞു അപ്പൊ സ്ഫടികം ജോർജ് ആയിട്ട്. ഇപ്പൊ ലാലേട്ടനെ അടുത്തെങ്ങാണ്ട് കണ്ടായിരുന്നു. ഇപ്പം താടിയൊക്കെ വടിച്ചിട്ട് ആ പഴയ സ്റ്റൈലിലാണല്ലോ ലാലേട്ടൻ. അതെന്ത് തോന്നുന്നു? ഹലോ സിനിമ കണ്ടില്ല? അപ്പൊ ഹലോ കണ്ടു. അതിനുശേഷം പെണ്ണുങ്ങളൊക്കെ സംസാരിക്കുന്നു. കോമഡി അല്ലേ? അതിൽ പിന്നെ നമ്മുടെ വെടക്ക് വക്കച്ചൻ, അത് ഭയങ്കര നർമ്മരസം. പിന്നെ മായാമോഹിനിയില് ദിലീപേണ്ട പുറകെ പോകുന്ന ക്യാരക്ടർ അതല്ല. അപ്പം ആ ഒരു സ്ഫടികത്തിലെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ഭയങ്കര സ്ട്രെയിൻ ആയി എടുക്കാൻ പറ്റിയ ഒരേ ഒരു ആക്ടറേ ഉള്ളൂ, അത് ലാലേട്ടനാണ്. കാരണം പാലക്കാട് 42 ഡിഗ്രി ചൂടിലൊക്കെ ചെയ്യാൻ പറ്റിയ വേറൊരു നടൻ അങ്ങനെ ചെയ്യില്ല. അത് എന്താ ശരിക്കും ആ ലാലേട്ടനിൽ നിന്ന് കണ്ടറിഞ്ഞത് എന്താണ് ശരിക്കും? അതെ, ലാൽ എന്ന് പറയുന്നത് ഒരു ബോൺ ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് ജോലിയുടെ ഒരു പാഷൻ, അത് എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും പുള്ളിയെ ചെയ്ത് വിജയിപ്പിക്കുന്നുള്ളതാണ്. അപ്പൊ പാറമടയിലൊക്കെ പറഞ്ഞ ചൂടിന്റെ കാര്യം, അതായത് പാറമടയിൽ അങ്ങനെ വീണ് കഴിഞ്ഞാൽ കൈക്കാരൊക്കെ മുറിയും, ചിരി പോലത്തെ പാറക്കഷ്ണങ്ങളാണ്.
ആ റിസ്ക് ഒക്കെ എടുത്ത് ചെയ്യാൻ വേണ്ടിയുള്ള മനസ്സ് കൊള്ളിക്കുന്നുണ്ട്. അത് റിസ്ക് എടുക്കും. ആ റിസ്ക് എടുക്കാൻ മോഹൻലാൽ കഴിഞ്ഞിട്ടുള്ളൂ. അത്ര റിസ്ക് എടുക്കുന്നില്ല. പിന്നെ ഈ നമ്മുടെ ഈ അതിൽ തന്നെ ആയാലും ആ സീനൊക്കെ ഉണ്ടല്ലോ, സിൽക്ക് സ്മിതയൊക്കെ ആയിട്ട് നമ്മൾ വിലങ്ങൊക്കെ വെച്ച് കൊണ്ടുപോകുന്ന സീനൊക്കെ, അതൊക്കെ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ രോമാഞ്ചമല്ല, ഒരു അതായത് നമ്മൾ അത് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു ഷോട്ട് ഏതാണെന്ന് വെച്ചാല് ജീപ്പിൽ ഹാൻഡ്കഫ് ചെയ്ത് ഞാൻ ഓടുന്നില്ലേ, അത് ഏറ്റവും ഡേഞ്ചറസ് സീനാണ്. അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. കാരണം നമ്മൾ ഈ വീലിന്റെ അടുത്തൂടെയാണ് നമ്മൾ ഓടുന്നത്. കാല് വീലിന്റെ അടി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ സൂക്ഷിച്ചാൽ കൈകാര്യം ചെയ്തത്. പക്ഷെ അന്ന് അതൊരു റിസ്ക് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്പൊ ചിന്തിക്കുമ്പോൾ അതൊരു റിസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചിന്തകൾ പുറകോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ അഭിനയിച്ച കഥാപാത്രവും അഭിനയിച്ച സിറ്റുവേഷൻ ഓർക്കുമ്പോൾ അത് ഒരു റിസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത്. 30 വർഷം കഴിഞ്ഞു അല്ലേ? 30 വർഷം കഴിഞ്ഞാൽ ആദ്യം 95-30 മാർച്ച് 30 റിലീസ് ചെയ്തത്, സ്പടികം റിലീസ് ചെയ്തത്. എത്ര നാളെ എങ്കിലും നമ്മൾ അതിന്റെ ഓർമ്മകൾ ഭരിക്കുന്നില്ല. അതൊരിക്കലും ഓർമ്മകളുണ്ട്. ആ ഓർമ്മ അത് പ്രേക്ഷകരിലും ഓർമ്മയുണ്ട്. ഈശോയൊക്കെ കണ്ട സിനിമ നാളെ മുമ്പായിരിക്കും സ്പടികം കണ്ടത്. പക്ഷെ അത് ഓർമ്മകളൊക്കെ മനസ്സിലുണ്ട്. അപ്പൊ ഇപ്പോഴും പല ആൾക്കാർ എന്നോട് പറയുന്നത് ഞാൻ 8 പ്രാവശ്യം സ്പടികം കണ്ടു, 10 പ്രാവശ്യം സ്പടികം കണ്ടു, 20 പ്രാവശ്യം കണ്ടവരൊക്കെ ഉണ്ട് സ്പടികം. അപ്പൊ അതൊരു തരംഗമായിരുന്നു. അത് തരംഗം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും അതൊരു തരംഗമായിരുന്നു. ഞാനിപ്പം സിൽക്ക് സ്മിത ചേച്ചിയെ ചോദിച്ചല്ലോ, അന്നേരം എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര ഒരു വിഷമത്തിലായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞിട്ടാണ് ആത്മഹത്യയൊക്കെ ചെയ്തത്. അപ്പൊ സിൽക്കിനെ കണ്ടപ്പോഴൊക്കെ അന്നേരത്തെ അവര് സെറ്റിലായിരുന്നു, മിണ്ടാറില്ല. എപ്പോഴും ഒരു ഐസൊലേറ്റഡാ, എവിടെയെങ്കിലും മാറി ഇങ്ങനെ ഇരിക്കും. സീൻ കഴിഞ്ഞാൽ അവരുടെ ഷോട്ട് കഴിഞ്ഞാൽ മാറിയിരിക്കും. ആരും മിണ്ടാറില്ല, ഒരു ഗ്ലൂമിയാണ്. നമുക്കറിയത്തില്ല, നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ് അങ്ങനെ ഇരുന്നെന്ന് വെച്ചപ്പോൾ അവരുടെ സ്വഭാവം നമ്മൾ വിചാരിച്ചാണ്. പക്ഷെ അവർക്ക് എന്തോ കാര്യങ്ങൾ അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പഴയ കാര്യങ്ങൾ. അതിനുശേഷമാണ് പെട്ടെന്ന് ആത്മഹത്യ. അപ്പോൾ ഓരോ ജീവിതത്തിന്റെ പിന്നിലും പല രഹസ്യ മുഖങ്ങളുണ്ട്, അറകളുണ്ട്. ആ രഹസ്യം നമ്മുടെ മുന്നിൽ തുറക്കുന്നില്ല, അതൊന്നും നമുക്കറിയത്തില്ല, നമ്മൾ ചോദിക്കാനും പോകുന്നില്ല. അവരുടെ ജീവിതത്തിന്റെ ഒരു സ്വഭാവം അതായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയാണ്. പക്ഷെ അവര് ഭയങ്കര ഗ്രൂമിയായിരുന്നു അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ. ക്യാരക്ടർ വിഷമത്തിലായിരുന്നല്ലോ. പക്ഷെ എന്നിട്ടാണ് ആ സിനിമ ചെയ്തത്. അങ്ങനെ ഒരു അവരുടെ കഥാപാത്രം വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു, കുഴപ്പമില്ല. പിന്നെ കസ്തൂരി മേനൻ എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ്. അതെല്ലാവരും പലരോടും പറഞ്ഞ് മടുത്ത് കാണും. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ ജോസഫ് ആലൂക്കാരനെ ഭയങ്കര മകന്റെ പ്രണയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷെ എന്നാൽ പോലും കടക്കണിയിലായിട്ടുള്ള ഒരാള് ലൈഫിൽ അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടോ? വിഷമത്തിന്റെ അതുപോലെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അപ്പം ഭയങ്കര അന്നേരം ലൈഫിൽ ആരോ ഒരു സപ്പോർട്ട് തന്ന ഒരു കൈത്താങ്ങായ ഞാൻ പറയാം, ആരും തന്നിട്ടില്ല, ദൈവം കൊടുത്തിട്ടില്ല. ദൈവം കൊടുത്ത കാര്യം പുള്ളി അറിഞ്ഞിട്ടില്ലെന്ന്. നാടകം എന്ന് പറഞ്ഞ് നടന്ന് പിന്നെ ബിസിനസ് ഒക്കെ ശ്രദ്ധിക്കാതെ പോയ ആ ടൈമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്നേരമാണ് ഈ കസ്തൂരി മാനാണ് ഫസ്റ്റ് ഒരു സിനിമയിൽ കയറിയതും. പക്ഷെ അത് ബ്രേക്ക് വന്നതും അത് തന്നെയാണ്. ആ ഒരു കഥാപാത്രത്തെ ഓർത്തെടുക്കുമ്പോ ലോഹിത് സാറിനെയൊക്കെ ഓർക്കുമ്പോ എന്താ ഇപ്പൊ മനസ്സിലേക്ക് വരുന്നത്? ലോഹിത് സാറ് ഒരു ലെജൻഡ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ശരിക്ക് അങ്ങോട്ട് തന്നൊരു ക്ലാസ് തന്നെയാണ്. അവിടെ ഞാനൊരു വിദ്യാർത്ഥിമായിരിക്കും. സത്യത്തിൽ എന്നെക്കാൾ ഇളയതാണ്. അത് ഞാൻ നാടകം കളിച്ചു കിടക്കുമ്പോ അതിന്റെ അടുത്ത് നാടകം അദ്ദേഹത്തിന്റെ നാടകം എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ടുള്ള ആളാണ്. പക്ഷെ അന്ന് ഞങ്ങൾ അതേമാതിരി നാടകം കളിച്ചിട്ടില്ല, അത് കാരണം അത് പറ്റില്ല എന്നും പറഞ്ഞിട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അത് അങ്ങനെയുള്ള ഒരാളാണ് ആള്. പിന്നെ ആള് എന്നെ ആ സിനിമയിലേക്ക് വിളിക്കുന്നത് അതൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ക്യാരക്ടർ എനിക്ക് ആദ്യം ദേവനെയാണ് നിശ്ചയിച്ചിരുന്നത്. പിന്നീട് എങ്ങനെയോ മറന്നിട്ട് പുതിയൊരാളെ തന്നെ ചെയ്യാന്ന് വെച്ചിട്ട് കാശും കുറച്ച് കൊടുത്താൽ മതിയല്ല എന്റെ അടുത്തേക്ക് വരുന്നത്. മിൻസി ഒരു ചോദ്യം ചോദിച്ചില്ല, ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത കാലങ്ങൾ വളരെ കുറവാണ്. നല്ല കാലങ്ങളുണ്ട്, ചീത്തക്കാലങ്ങളുണ്ട്. പക്ഷെ ചീത്തക്കാലങ്ങൾ എപ്പോഴും നല്ല കാലമായിട്ട് മാറും. കാരണം ഈ ഭൂലോകത്തുള്ള എല്ലാ മനുഷ്യരും 3 കാലങ്ങളിലാണ് ജീവിക്കുന്നത്. ഒന്ന് കഴിഞ്ഞു പോയ ഇന്നലെ കാലം, ഇന്ന് എന്ന് പറയുന്ന വർത്തമാനകാലം, നാളെ എന്ന് പറയുന്ന പ്രതീക്ഷയുടെ കാലം, പ്രത്യാശ. നമ്മളെല്ലാം ജീവിക്കുന്ന പ്രതീക്ഷയിലാണ്, പ്രത്യാശയിലാണ്. അത് നാളെ പറ്റി. ഇന്നെന്ന് പറയുന്ന കാലം കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളെ മായിച്ചുകൊണ്ടിരിക്കുന്നു. നിമിഷയുടെ ജീവിതത്തിൽ, നിമിഷയുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും വേദനകളും നിരാശകളൊക്കെ. അത് ഇന്ന് എന്ന് പറയുന്ന വർത്തമാനകാലം മായിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇന്നലെ നടന്ന ദുഃഖങ്ങളായ സംഭവങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഇല്ല, ഇല്ല. വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രതീക്ഷയാണ്. പ്രതീക്ഷയിലാണല്ലേ ജീവിതം. പ്രതീക്ഷയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാവും. ചിലപ്പോൾ വളരെ ആകസ്മികമായിരിക്കും, നമ്മളിലേക്ക് ഒരു ദുഃഖവും നിരാശ കടന്നു വരുന്ന ആകസ്മികം. അപ്പൊ അതിനെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് ദൈവം മനുഷ്യന് തന്നിട്ടുണ്ട്. അതെ, മനസ്സിലായില്ലേ? അത് നമ്മൾക്ക് ലഭിക്കുന്ന സ്നേഹവും നമ്മൾ കൊടുക്കുന്ന സ്നേഹവും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു ജീവിതം. നമ്മളെ ഊർജ്ജസ്വലനാക്കാൻ അല്ലെ കർമ്മസ്വലനാക്കാൻ ഒരു വാക്കുകൾക്ക് ഒരു ശക്തിക്ക് കഴിവുണ്ട്, അല്ലേ? തളർത്തുന്ന വാക്കുകൾ പറയാം. നിമിഷയ്ക്ക് എന്നെ ബിൻഷയ്ക്ക് എം അല്ലേ ബിൻഷ, ബിൻഷയ്ക്ക് എന്നെ തളർത്തുന്ന വാക്കുകൾ പറയാം, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയാം, അല്ലേ? സാധാരണ കുട്ടികളും മാതാപിതാക്കള് സ്കൂളിൽ പോകുമ്പോൾ അടിച്ചും വഴക്കുണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഗ്ലൂമിയായി സ്കൂളിൽ ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ. പക്ഷെ അവർ ഭയങ്കര സന്തോഷിപ്പിച്ച് ഹാപ്പി ആയിട്ട് വിട്ടാൽ അത് ത്രൂ ഔട്ട് ദ ഡേ അവർ ഹാപ്പിയായി. ഞാൻ മാതാപിതാക്കൾ കൊടുക്കുന്ന അഡ്വൈസ് അവരുടെ കുട്ടികളെ നല്ലത് സ്കൂളിൽ പോകുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് പറഞ്ഞേക്കണം. ഇപ്പൊ വടിയെടുക്കണം എന്നല്ലേ പറയുന്നത് സ്കൂളിലായാലും? അല്ല, വലിയൊരു വടി ആവശ്യമാണ്, പക്ഷേ ആ തലോടൽ സ്നേഹത്തിന്റെ ആയിരിക്കണം, അല്ലെങ്കിൽ തിരിച്ചു കിട്ടും. പക്ഷെ ജീവിതത്തിൽ എന്താ പറയാ, നല്ലൊരു അച്ഛനാണ്. മകളുടെ ഒരു ആഗ്രഹപ്രകാരം സിനിമയിലേക്കൊക്കെ ഇപ്പൊ ലിയോണ ലിഷോയ് എന്ന് പറയുമ്പോ ഇപ്പൊ എന്താ പറയാ, മലയാളത്തിൽ ഒരു 5 നടിമാരിലെടുത്ത ഏറ്റവും പ്രമുഖയായ നടിയാണ്. അതിൽ അഭിമാനം കൊള്ളുന്നുണ്ടോ? അതിൽ അഭിമാനം കൊള്ളുന്നു. സ്വന്തമായിട്ട് വളർന്നു വന്നേ അല്ല അച്ഛൻ്റെ ഒരു അല്ല, അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതില് സത്യത്തിൽ എന്റെ നാടകം റിഹേഴ്സൽ നടക്കുമ്പോഴോ ഏതെങ്കിലും ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ഒന്നും ഇവള് വന്നിട്ടില്ല ഇതുവരെ. ഇവള് സത്യത്തിൽ ഞാൻ നിർബന്ധിച്ച് ആദ്യം കുറച്ച് നിർബന്ധിക്കാൻ പുഷ് ചെയ്യേണ്ടി വന്നു. പിന്നെ തന്നെ കയറി വന്നു. പിന്നെ അതിനെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷകളായി. പിന്നെ പോണ്ടിച്ചേരിയിലും ബോംബെയിലൊക്കെ പോയിട്ട് ഇതിന്റെ ക്ലാസ്സുകൾ ഒക്കെ പഠിച്ച് വന്നിട്ട് ഉള്ള ആളാണ്. ഇവിടെ ക്ലാസ് ഉണ്ടെങ്കിലും പോകും. ഇവിടെ ഇപ്പൊ കേരളത്തിൽ എവിടെയെങ്കിലും അഭിനയത്തിന്റെ ക്ലാസ് ഉണ്ടെങ്കിൽ പോകും. അത്രയും പാഷനാണ്. ഇപ്പൊ ഡ്രാമയും ചെയ്യുന്നുണ്ട്, റോഷനും ദർശനൊക്കെ ചെയ്യുന്ന ബൈപാസ് അതും ചെയ്യുന്നുണ്ട്. എന്റെ ഡ്രാമ ഒന്നും തീരെ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അവിടെ കുറെ ഞാൻ നടത്തിയിരുന്ന ഡ്രാമ ട്രൂപ്പൊക്കെ വെച്ചു കൊടുക്കും. റിഹേഴ്സലിന് അവിടെ ഒന്നും വരാത്തൊരു കുട്ടിയായിരുന്നു, നാണം കുണിങ്ങിയായിട്ടൊരു കുട്ടിയായിരുന്നു. ഇപ്പൊ നല്ല ബോൾഡായി നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നു. ഏത് സിനിമ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്? ഏത് സിനിമയാണ് ഏറ്റവും ഇഷ്ടം കഥാപാത്രം മകള് ചെയ്തതില്? മകള് ചെയ്തതില് കുറെ ഇഷ്ടമുണ്ട് എനിക്ക്. ഞാൻ മരിയ കലിപ്പിലാണ്, ഇഷ്ക്, പിന്നെ മായാനദി, ട്വൽത്ത് മാൻ. വലതുവശത്തെ കള്ളൻ വലിയ കാര്യമായിട്ട് ചെയ്യാനില്ല അവൾക്ക്. പക്ഷെ ത്രൂ ഔട്ട് ഉണ്ടെന്നുള്ളത് അഭിനയത്തിൽ വലിയ കലിപ്പിലാണല്ലൊക്കെയാണ് ഭയങ്കര രസമായിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ള. ഇഷ്കിലും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. ട്വൽത്ത് മാനിലും അതെ അതെ. അച്ഛൻ എന്തെങ്കിലും ഉപദേശം കൊടുത്തിട്ടുണ്ടോ ഇവർക്കൊക്കെ? എന്തെങ്കിലും കൊടുത്തത് മകൾക്ക് കൊടുത്തതുപോലെ ആദ്യം കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് തരാറ്. മോള് എനിക്ക് തരാറ്. ഇപ്പൊ എന്താ ഉപദേശം? നല്ല ക്യാരക്ടറൊക്കെ സെലക്ട് ചെയ്യുമ്പോ മോളെ ഇടപെടുവോ? മോള് അച്ഛനതൊന്നും ക്യാരക്ടറിനെ കുറിച്ച് കേട്ടിട്ട് സമ്മതിച്ചൂടെ, ആദ്യം ചോദിച്ചൂടെ എന്താണെന്നൊക്കെ, സ്ക്രിപ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ടൊക്കെ പറയുന്നൊക്കെ പറയും. ഞാനിപ്പോ ആരെങ്കിലും ക്യാരക്ടർ പറഞ്ഞിട്ടില്ല, നായികന്റെ അച്ഛൻ അല്ലെങ്കിൽ നായികയുടെ അച്ഛനാണ്, ശരി അത്രേ ഉള്ളൂ, ഞാൻ ഓക്കെ പറയും. കൂടുതലായിട്ടൊന്നും ചോദിക്കാറില്ല. ഈ കുറച്ച് വില്ലനൊക്കെ ചെയ്യണം. ജോർജ് ചേട്ടനോട് ചോദിക്കണം വില്ലൻ എങ്ങനെയാണ്. എനിക്ക് പറ്റുമോ? വില്ലൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അഭിനയം എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ടെങ്കിൽ അത് ഏത് വശം ചെയ്യാം. എന്നെ കണ്ടാ തോന്നൂലെന്ന് പറയുന്നത്. വില്ലനായിട്ട് കണ്ട ഞാൻ ചോദിക്കട്ടെ, എന്റെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ വില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അവർക്ക് വില്ലൻ വേഷം ചെയ്യുകയും ചെയ്യാം, ഹീറോ ആയിട്ട് ചെയ്യുകയും ചെയ്യാം. ലിഷോയ്ക്ക് ഒരു നല്ല ഫേസ് ഉണ്ട്, നല്ല ഫിസിക് ഉണ്ട്, ചെയ്യാൻ പറ്റും. ഭദ്ര ഇപ്പം നല്ല രസമായിട്ട് ഇവിടെ ഒരു റോസാപ്പൂ എന്താ പ്രത്യേക സ്റ്റൈലാണോ? എനിക്കിഷ്ടമാണ് പൂ വയ്ക്കാൻ. ഞാൻ റോസാപ്പൂ ഇവിടെ ആയതുകൊണ്ട് അത് വെറൈറ്റി കൊളംബിപ്പോണോ? ഏത് പോ കൊളംബിപ്പോണോ? എന്താ വെച്ചിട്ടില്ല, റോസാപ്പൂണ് നല്ല കുഴപ്പമുണ്ടോ? ഇതില്ലേ ഒരാൾക്ക് റോസാപ്പൂ കൊടുക്കാൻ പറഞ്ഞ ആർക്ക് ആദ്യം കൊടുക്കാം? ഉറപ്പായിട്ടും. അല്ല നമ്മള് എന്താ പറയാ, ഒരുപാട് മുമ്പ്
കണ്ടിട്ടുള്ളതാണ് സ്ഫടികം അതെ. സിനിമ. അപ്പൊ അത്രയും നമ്മൾ വലിയൊരു ആർട്ടിസ്റ്റുകളുടെ മുന്നിൽ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ അടുത്തിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യം. വലിയ ഭാഗ്യ. അപ്പൊ അദ്ദേഹത്തിന് ആ റെസ്പെക്ട് ഞാൻ കൊടുക്കുന്നു. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും. ഞാൻ ഇവിടെ വന്നപ്പോ പോലെ സ്നേഹം കൊടുത്തോണ്ടിരിക്കുക, അതുകൊണ്ട് എനിക്ക് തിരിച്ചു തരും. ഈ സ്നേഹത്തിനും പ്രണയത്തിനൊന്നും പ്രായമില്ലെന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലും ഇല്ല, പ്രായമില്ല, പ്രായ വ്യത്യാസമില്ല. പ്രണയവും സ്നേഹമൊക്കെ എപ്പോ വേണേലുണ്ട്, ആൾക്കാർക്ക് മനസ്സിലായില്ല. അതിന് ഏജ് ഒന്നും വലിയൊരു പ്രശ്നമല്ല. അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. അല്ല അത് നമ്മൾ കൂടുതൽ ഡിഫൈൻ ചെയ്യുന്നില്ല. പൂ കൊടുക്കാൻ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പ്രണയം എന്ന് പറയുന്നത് റോങ് സെൻസ് എടുക്കരുത്, നല്ല സെൻസ് എടുക്കുകയാണ്. ഒരാളെ പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലേ? അവരുടെ വ്യക്തിത്വം നമ്മൾ മാനിക്കുക, അതാണ് നമ്മുടെ പ്രണയം എന്ന് പറയുന്നത്. അവരെ സ്നേഹിക്കുക. അപ്പോൾ സ്നേഹം വഴി അവരെ ബൂസ്റ്റ് ചെയ്യും, ലൈഫ് ഒന്ന് ബൂസ്റ്റ് ആവും. ഒരു കാര്യം, മനസ്സിന് പ്രായം കൂടുന്നുണ്ടോ? ഇല്ല, അതില്ല. അത് മനസ്സിലാക്കിയ അത് ശരിയാണ്. എന്നാലും ഞാനേ കുറച്ച് നിങ്ങളെയൊക്കെ മനസ്സിൽ എങ്ങനെയാണ് സ്നേഹത്തെ കുറിച്ചുള്ള ഒരു സങ്കല്പം എന്നൊക്കെ അറിയാനേ. അത് സ്നേഹത്തെ പറ്റി നമുക്കൊക്കെ നല്ല കൺസെപ്റ്റുകളാണ്. കാരണം ഈശോയെ പറഞ്ഞ നമ്മുടെ ശരീരത്തിലെ പ്രായമാണ്, മനസ്സിന് പ്രായമാവുന്നില്ല. ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ നമ്മുടെ ഓർമ്മ വെച്ച കാലം എന്ന് പറഞ്ഞാൽ ഒരു 5 വയസ്സ് വിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെ നിൽക്കുകയാണ്. ആ ഓർമ്മകൾ മരിക്കുമെന്ന് ചോദിച്ചില്ല, ഏതൊരു കവി എഴുതി ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? ഇല്ല, ഓർമ്മകൾ മരിക്കില്ല, ഓളങ്ങൾ നിലയ്ക്കില്ല. നമുക്ക് നല്ല നല്ല ഓർമ്മകളാണ്, നല്ല നല്ല ചിന്തകളാണ് നമ്മളെ ഭരിക്കേണ്ടത്. മനസ്സിലായില്ലേ? നമുക്ക് എങ്ങനെയാണ് ചിന്തകളുണ്ടാകും? പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, കൈ കൊണ്ട് സ്പർശിക്കുന്നു, മുക്കൊണ്ട് മണക്കുന്നു, നാക്കുകൊണ്ട് രുചിക്കുന്നു. ഇതാണ് പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ചിന്തകളില്ല, ചിന്തകൾ ഇല്ലെങ്കിൽ പ്രവർത്തികളില്ല. എല്ലാ പ്രവർത്തികളും ആരംഭചിന്തയാണ്. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ ആദ്യം ചിന്തയുണ്ടായി ചില മനസ്സിൽ, എങ്ങനെയാണ് ഇന്റർവ്യൂ ഉണ്ട്, എവിടെയാണ് സ്ഥലം, അതൊക്കെ ആ ചിന്തയാണ് പ്രവർത്തിയത്. അപ്പൊ നമ്മുടെ എല്ലാ പ്രവർത്തികളും പിന്നിൽ ചിന്തയുണ്ടാകും. ഈ ചിന്ത നല്ല ചിന്തകളാണ്, നല്ല പ്രവൃത്തികളാണ്, അല്ലേ? പൊട്ടച്ചിന്തകളാണെങ്കിൽ ചീത്ത പ്രവൃത്തിയിലേക്ക് പോകും ഉറപ്പായിട്ടും. അപ്പൊ അത് ചിന്ത കൊണ്ടുവരുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ്. അപ്പൊ ഇപ്പൊ ഈ അടുത്ത ഇനി നമുക്ക് ലാലേട്ടന്റെ കൂടെ ഒരു പടത്തിൽ കാണാൻ പറ്റുമോ? ആഗ്രഹിക്കുന്നുണ്ടോ? ആരെ കാണാൻ? ലാലേട്ടന്റെ കൂടെ ഒരു പടത്തിൽ നമുക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, കാണണം സ്ക്രീനിൽ. ആ ഒരു ദുരാഗ്രഹമായി പോകും. ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കൂല, എനിക്കറിയത്തില്ല. കാരണം നമ്മുടെ ഭാവി അച്ഛാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഭാവി അച്ഛാന്നോ ജ്ഞാതമല്ല. ഇന്ന് കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് എല്ലാം ജ്ഞാതമാണ്. അടുത്ത മണിക്കൂർ, അടുത്ത മിനിറ്റിൽ എന്ത് സംഭവം നമുക്ക് അറിയത്തില്ല, അജ്ഞാതമാണ്. മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അജ്ഞാതമാണ്. ആഗ്രഹം നമുക്ക് നമ്മൾക്ക് ഇതുണ്ടാവല്ലോ, അഭിനയിച്ച കൊള്ളാം, അങ്ങനെയില്ല. ആ ഓരോ ആഗ്രഹങ്ങളൊക്കെ തീർന്നു. കാരണം എല്ലാ സൂപ്പർ സ്റ്റാറിന്റെ കൂടെ ഞാൻ എല്ലാവരുടെ കൂടെ അഭിനയിച്ചു. അപ്പൊ ഇനി നമുക്ക് ചാൻസ് വരുവാണെങ്കിൽ ഓക്കെ, ഇനി അത് ദൈവം ഇഷ്ടം, കുഴപ്പമില്ല. ഇപ്പൊ കഥാപാത്രങ്ങളെ അങ്ങ് തേടി പോവാറുണ്ടോ? പിന്നെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ വരുന്ന കഥാപാത്രങ്ങളാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയല്ല, കഥാപാത്രങ്ങൾ തേടി പോരാ, കഥാപാത്രങ്ങൾ നമ്മളെ തേടി നമ്മളങ്ങോട്ട് പോയിട്ട് അല്ല. എന്നാലും നമ്മള് ഒരു കഥാപാത്രം ഇത് ചെയ്താൽ കൊള്ളാം, അങ്ങോട്ട് ഇപ്പൊ ഈ കഥാപാത്രം ഞാൻ ചെയ്യില്ല, ഇത് എനിക്ക് ചേരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു കഥാപാത്രം വരാൻ കാത്തിരിക്കുമല്ലോ, അങ്ങനെ നിൽക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ കാത്തിരിക്കത്തില്ല. ഇപ്പൊ ഞാൻ വഴിയിൽ നിൽക്കും ഒരു ബസ് വരാൻ വേണ്ടി. ഞാൻ കണ്ട ബോർഡ് കണ്ട എനിക്ക് പോകുന്ന ലക്ഷ്യത്തിലേക്കുള്ള ബോർഡ് വെച്ച വണ്ടി വന്നാൽ ഞാൻ കൈ അടി കയറും. അല്ലാണ്ട് അടുത്ത ബസ് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വെയിലിൽ ഞാൻ നിക്കത്തില്ല. അവിടെ അടുത്ത വണ്ടി കയറി പോകാൻ നിൽക്കുന്നില്ല, എന്റെ കാല് കഴിയും കയറി പോവാ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമ കിട്ടിയ ആ സിനിമ ചെയ്യുക, അടുത്ത സിനിമ പാട്ടെന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കുന്നല്ല. ആണോ? ദൃശ്യം 3 അപ്പൊ നമ്മള് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. പറയില്ല, 2 എണ്ണത്തിനെയും കവച്ചു വെക്കുവോ? അതെ, എന്നാലും എങ്ങനെയല്ലേ ഇത്രയും ബ്രില്യൻസ് ഒക്കെ ഇങ്ങനെ തലയിൽ വരുന്നത് സംവിധായകന്റെ? അത് തോന്നിയിട്ടുണ്ടോ ജിത്തു ജോസഫിന്റെ? അതെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റുകളാണ്. അപ്പൊ അവനിക്കുന്ന ഒരു ഗിഫ്റ്റാ, ദൈവത്തിന്റെ ദാനമാണ്, അല്ലേ? ഇപ്പൊ കൊമ്പേര ഒരു ഗിഫ്റ്റാ. എല്ലാവർക്കും ഈ കഴിവ് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. കാരണം ബൈബിളിലൊരു വചനമുണ്ട്, ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നവരെ മനുഷ്യ മക്കളുടെ മേൽ ഭാരമുള്ളവർക്ക് കൊമ്പിക്കപ്പെട്ടിരിക്കുന്നു.
നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഭാരമുള്ള അനുഭവമാണ്. ഇത് നമ്മൾ വഹിച്ചേ പറ്റുള്ളൂ. ആ ഭാരം ഒരു പക്ഷേ നമ്മൾ താങ്ങുന്ന മനസ്സിലായിരിക്കും. പക്ഷേ മനസ്സിനെ എപ്പോഴും ലൈറ്റാക്കി വെക്കണം, അല്ലാതെ ഭയങ്കര ഹെവി ആയിരിക്കും. കാരണം മനസ്സ് ഹെവി ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഭാരമുള്ള മുഖം ദൈവം അനുവദിച്ചിരിക്കുന്നത് നമുക്കൊരു സ്പാൻ ഓഫ് ലൈഫിൽ, ജനിക്കുന്ന മുതൽ മരിക്കുന്ന ഒരു സ്പാൻ ഓഫ് ലൈഫിൽ പല ജോലികളും ചെയ്ത് തീർക്കാം. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ജോലികളാണ് അല്ലേ? അതെ അതെ, വ്യത്യസ്തമായ ജോലികളാ. വേറെ ഇല്ലേ, നമ്മുടെ ഈ ഫഹദ് ഫാസിലിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചല്ലോ കാർബണില്. അപ്പം ഫഹദ് ഫാസിൽ നിന്നൊരു നടനെ കുറിച്ച് ആ ഒരു നടനിൽ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ തമ്മിൽ? ഇല്ല, നമ്മളങ്ങനെ കൊടുക്കുന്നു വാങ്ങുന്ന ഓർത്തിരിക്കാറില്ല. മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഫഹദ് എന്ന് പറഞ്ഞ ഒരു ജെന്റിൽമാനാണ്, നല്ല ബിഹേവിയറാണ്. ഇപ്പോൾ പടം കാർബൺ കഴിഞ്ഞിട്ട് റിലീസായ സമയത്ത് എന്നെ ഫഹദ് വിളിച്ചിരുന്നു. അച്ഛാ എന്നാണ്ട് വിശേഷം ചോദിച്ചു. എന്നെ അച്ചായനാ വിളിക്കുന്നത്, അച്ചായൻ എന്നാണ്ട് വിശേഷം, പടം കണ്ടോന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഒരു ജെന്റിൽമാനാണ് ഫഹദ്. ആ കഥാപാത്രം ഫഹദിന്റെ അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചത്. അതെ അതെ, അത് ഭയങ്കര. അതുപോലെ തന്നെ കറുത്ത പക്ഷികളിലെ വേഷം എന്താ ഒരു മമ്മൂക്കയുടെ കൂടെ എങ്ങനെയുണ്ടായിരുന്നു കറുത്ത പക്ഷികള്? ചെറിയ റോളെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും രാപ്പകലില് പിന്നെ യോധയിലെ ക്യാരക്ടർ എല്ലാവരുടെ ഒന്നിച്ച് നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ആഗ്രഹമുണ്ടോ എല്ലാവരുടെയും കൂടി അഭിനയിക്കാൻ? ഈ സിനിമയിൽ വന്നപ്പോൾ തന്നെ ഇത്രയും ആളുകളോടൊപ്പം നമുക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഇനിയും നമ്മൾ ഈ സിനിമയുടെ പേര് കൊടുത്ത് ഇനിയും മുന്നോട്ട് വളരെ നല്ല രീതിയിൽ പോകണമെന്നാണ് ആഗ്രഹം. അതിന് പ്രേക്ഷകരെ നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. അതാണ് ആദ്യത്തെ ഏറ്റവും വലിയ ടാർഗറ്റ്. അതിനുശേഷമാണ് പിന്നീടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്ക് കലാകാരനാണല്ലേ? അതെ അതെ, ഇടയ്ക്ക് പഠിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കൊട്ടുമ്പോ അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇടയ്ക്ക് നമ്മളൊരു സോപാനാണ്, നമ്മളൊരു ദേവവാദ്യാണെന്ന് പറയാം. ഇടയ്ക്ക് ഒരിക്കലും നമ്മൾ താഴ്ത്തി വെക്കില്ല. അമ്പലത്തിൽ എവിടെ പോയാലും നമ്മൾ കെട്ടി ഇങ്ങനെ തൂക്കി ഹാങ് ചെയ്തിടുള്ളൂ, താഴ്ത്തി വെക്കില്ല. കാരണം ഭൂമി ദേവിക്ക് ഭാരം എന്ന് പറയാം, താഴെ വെക്കുക. അത്രയും പ്രാധാന്യമുണ്ട് ഈ ഇടയ്ക്ക്. ചെണ്ടയൊക്കെ നമ്മള് താഴെ വെക്കും, പക്ഷെ ഇത് അങ്ങനെ വെക്കില്ല. അപ്പൊ ഇടയ്ക്കാന്ന് അത് എൻ്റെ ഒരു പാഷൻ, ഇഷ്ടം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പഠിച്ചു മാത്രം. ഇടയ്ക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ അത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു ഉണ്ണിമുകുന്ദനെ പോലെ ഇടല്ലാം അങ്ങനെ തോന്നിയോ? ഇതില് ശരിക്കും മാളികപ്പുറത്തിന്റെ അതേ ലുക്ക് ഉണ്ട്, എല്ലാരും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുടി വളർത്തേണ്ടതുണ്ടായിരുന്നു. സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുടി വളർത്തേണ്ടതുണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും അദ്ദേഹമായിട്ടൊന്നും കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇൻ ടേംസ് ഓഫ് അപ്പിയറൻസ്, ഇൻ ടേംസ് ഓഫ് ആക്ടിങ് എല്ലാം കൊണ്ടും അദ്ദേഹം ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ ഇതില് വന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ആളുടെ പേര് വെച്ച് നമ്മളെ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യം. പക്ഷെ നമ്മുടെ സ്വന്തം ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണം, വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്യണം. അത് സിനിമയല്ല, ഏത് മേഖലയാണെങ്കിലും അങ്ങനെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പൊ ഇതിപ്പോ മുടി വളർത്തിയത് ഈ ഒരു സിനിമയുടെ ഇതിനെ ബന്ധപ്പെട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞ വഴിക്ക് ഞാനത് ഇപ്പൊ ഈ പറഞ്ഞല്ലോ മുകളില് താഴെ, അങ്ങനെ ഒരു കലാകാരൻ അങ്ങനെ ഒരു ഈഗോയിസ്റ്റിക് ആയ ഒരു സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ കലാകാരന്റെ ലൈഫ് ആയിക്കോട്ടെ, വിജയിക്കൂ ഒരു എക്സ്പീരിയൻസ് എന്നൊന്ന് പറഞ്ഞാൽ, ഈഗോ ഉണ്ടായാല്, പരസ്പര ഈഗോ, അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ ചെറിയ നടനാണ്, മൈൻഡ് ആക്കണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ ആ സിനിമക്ക് തന്നെ അതൊരു പ്രശ്നമാവില്ലേ? അതിനെ കുറിച്ച് അതല്ല ഇത് ഞാൻ വേറെ ഒന്ന് പറഞ്ഞതാ കേട്ടോ. ആണോ? അതൊരു പുതി അതൊന്നും മിണ്ടാതിരിക്കുന്നേ. എന്നോട് ചോദിച്ചില്ല. അല്ല, രണ്ടാമോട് ഞാൻ ലിഷയോട് ചോദിച്ചത്. ഞാൻ വ്യക്തിപരമായി ഈഗോ എനിക്ക് ഇഷ്ടമില്ല. ഈഗോ ഈസ് ഡെവിൾ. കാരണം ഈഗോ എന്ന് പറഞ്ഞാൽ ഈഗോ ഈസ് ഡെവിൾ. ഡെവിൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ലതാണ്. ഒരിക്കലും അല്ല. പക്ഷെ എന്നാലും വലിപ്പ ചെറുപ്പം ഇല്ലാതെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം മമ്മൂക്ക കഴിഞ്ഞ ദിവസം അവാർഡ് വാങ്ങുന്ന സമയത്ത് ആ ആസിഫിക്കയും ബേസിൽ ജോസഫിനെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുള്ള വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അത് കണ്ടായിരുന്നോ? എന്നുവെച്ചാൽ മമ്മൂക്ക ഒരിക്കലും ഈഗോ ഇല്ലാത്ത മനുഷ്യനാന്ന് പറയും. കൂടി അഭിനയിച്ചാണ് രണ്ടുപേരും. എന്താ തോന്നുന്നത് മമ്മൂക്ക എന്ന നടനെ കുറിച്ച്? ബ്രഹ്മയുഗമൊക്കെ എന്താ പറയുക, അതുപോലെ ഒരു അസാധ്യമായിട്ടുള്ള ഒരു നടൻ നമുക്ക് മലയാള സിനിമയിൽ ഇല്ല. രണ്ടുപേരും മമ്മൂക്കയെ കുറിച്ച് നമ്മുടെ ഇനിയും എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോഷൻ നമ്മള് മമ്മൂട്ടിയെ പറ്റി അഭിപ്രായം പറയാൻ വന്നല്ല. അല്ല, ഞാൻ പറയാം, നമ്മ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് നടന്മാരാണ്.
വേറെ അതെ നമുക്ക് അത് ശരിയാണ്. നമുക്ക് ഇനിയിപ്പം 27-ന് ഇറങ്ങുവാണ്. അപ്പൊ അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒരു അഭിപ്രായമാണ്. ഒന്ന് ഞാൻ നിങ്ങളൊരു കൺസെന്റോട് കൂടി ചോദിക്കുകയാണ്. ഇപ്പം കേരള പിന്നെ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ബീഫ് കഴിക്കുന്നതിനെതിരെ ഒക്കെ ഒരു ഇത് വന്നല്ലോ. അപ്പം ബീഫൊക്കെ ഇഷ്ടമാണോ എല്ലാവർക്കും? കഴിക്കാറുണ്ടോ? ഞാൻ പണ്ട് കഴിക്കാം, ഇപ്പൊ അധികം കഴിക്കാറില്ല. കൊളസ്ട്രോൾ ആണോ? അത് കാരണം ഞാനും കഴിക്കാറില്ല. കേരള സ്റ്റോറി ആ ഒരു ട്രെയിലർ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര വിവാദമായി. മുഖ്യമന്ത്രി തന്നെ അതിനെതിരെ പറഞ്ഞായിരുന്നു, കേരളത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള വിഷവിത്തുകളൊന്നും പാകാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരിക്കും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കഷ്ടം തന്നെ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്, അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ. നമ്മളെന്തിനാ അവരെ അങ്ങനെ ഒരു സിനിമയും നിയമവും വരുന്നത് ഞങ്ങളെ സംബന്ധിച്ച് താല്പര്യമില്ലാത്ത കാര്യം. അല്ല ഇപ്പഴങ്ങനെ ആദ്യമൊന്നും അങ്ങനെ പ്രൊപ്പഗണ്ട സിനിമകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ കൂടുതലായിട്ട് അതുപോലെയുള്ള അത് വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്ന ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി നമ്മളെല്ലാവരും ഒരേപോലെ ജീവിക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർ, എല്ലാ മതത്തിൽപ്പെട്ടവരായാലും എല്ലാ മനുഷ്യന്മാരും സ്നേഹിക്കുക. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവൻ നൽകിയിരിക്കുന്ന ദാനമാണ്, ഉദാത്തമായ ഒരു വികാരമാണ്. അത് പങ്കുവെക്കാണ്, പ്രകടിപ്പിക്കാണ്. അപ്പോൾ ആരെയും വെറുക്കാനും വിദ്വേഷം ഉണ്ടാകാനില്ല. മനസ്സിൽ എപ്പോഴും സ്നേഹം കൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അതെ, കർത്താവ് യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പാപികളായ മക്കളെ ഇടത്തിൽ നിന്ന് വലതിലേക്ക് ചേർത്തു അല്ലേ? പോയിന്റ് പറയാം, എല്ലാവർക്കും ഒരു ജീവിതമാണ് സത്യം പറഞ്ഞത്. അപ്പൊ ആളുകൾ ഇപ്പൊ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് താങ്കൾ ജീവിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവരുടെ ഇഷ്ടങ്ങൾക്കും ഫ്രീഡത്തിനനുസരിച്ച് ജീവിക്കട്ടെ. ചിലപ്പോൾ ചില ആളുകൾ രാഷ്ട്രീയപരമായ തീരുമാനങ്ങളാവാം, ചില ആൾക്കാർ പേഴ്സണൽ തീരുമാനങ്ങളാവാം, സ്വതന്ത്ര ചിന്തകളായിരിക്കാം. അപ്പോൾ അയാൾ എങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നത് അയാളുടെ മാത്രത്തിൽ. എന്ത് കഴിക്കണം, എവിടെ നിന്ന് മേടിക്കണം, ഇതൊക്കെ അയാളുടെ മാത്രത്തിലാണ്. ഇതിലൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പൊ ഏത് രീതിയിലായാലും നമുക്കൊന്നൊരു മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായം പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ആളുകൾ അവരുടെ ഇതിനനുസരിച്ച് ജീവിക്കട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. അതിപ്പോ ജോർജ് ചേട്ടനാണെങ്കിലും തെറിയുള്ള സിനിമകളിൽ അഭിനയിക്കില്ല, ഞാൻ നല്ല ഭീകരമായ തെറികൾ പറയില്ല എന്നൊക്കെ നിലപാടെടുത്ത ഒരാളാണ്. അങ്ങനെ സിനിമയെ അത്രത്തോളം സ്നേഹിക്കുന്ന. അപ്പൊ ഇനിയും 27-ന് ഇറങ്ങുവാണ്. സമയപരിമിതി മൂലം നമ്മളിപ്പോ ഇനിയും സിനിമയെ കുറിച്ച് പറയാം. അപ്പൊ എല്ലാരും രണ്ട് വാക്ക് പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഇനിയും എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കുടുംബചിത്രമാണ്. കേരളത്തിലെ കുറെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, ഒരുപാട് വാല്യൂസ്, ഒരുപാട് ട്രഡീഷൻസ് ഒക്കെ നമുക്ക് തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണ്. ഉറപ്പായിട്ടും ഒരു വളരെ ക്ലിയർ ഇതായിട്ടുള്ള സെൻസർ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ടും സന്തോഷമായിട്ടും കുടുംബസമയം പോയി അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിനിമ കണ്ടു എന്നൊരു ഫീല്, ഒരു കഥ, ഒരുപാട് ആളുകളുടെ കഥ ആണ്. അപ്പൊ അതൊരു സിനിമയുടെ രൂപത്തിലാക്കി വന്നു. എല്ലാവരും സ്വാധീനിക്കാൻ പറ്റും, എല്ലാവർക്കും അത്രയും സമയം സ്പെൻഡ് ചെയ്തൊരു വാല്യൂ ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ ആ സിനിമയെ നോക്കി കാണുന്നത് അങ്ങനെ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. നിങ്ങൾ ആരെയും അടുപ്പിക്കില്ല, ഒരു ആദ്യം തൊട്ട് അവസാനം എന്റർടൈനിങ് ആയിരിക്കും. നമുക്ക് ഇത് സുധീർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ പുള്ളി സ്വപ്നമാണ്. ആ സ്വപ്നത്തിൻ്റെ ഒരു സാക്ഷാത്കാരം. അതിനുവേണ്ടി പുള്ളി ഒരുപാട് എഫേർട്ട് എടുത്ത് പൈസ മുടക്കി പ്രൊഡ്യൂസ് ചെയ്തു. ഈ സിനിമ വിജയിക്കട്ടെ, ഇനിയും ഒരുപാട് വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഈ ചിത്രത്തിൻ്റെ ചുവട് പിടിച്ച് വേറെ ചിത്രങ്ങൾ ഉണ്ടാകട്ടെ, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാൻ അവസരം കിട്ടട്ടെ, അദ്ദേഹത്തിന് നല്ല നല്ല കഥകൾ ഉണ്ടാകട്ടെ. ഈ പ്രേക്ഷകരായ എല്ലാവരും ഈ സിനിമ കണ്ട് ഞങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കും. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് കാണാൻ പറ്റട്ടെ.